അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സുഹൂസ് കിച്ചൻ. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് വന്നിട്ട് നെല്ലിക്ക അച്ചാറാണ്. വലിയ നെല്ലിക്കല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാർ ഉണ്ടാക്കാനാണ്. ഇത് നമ്മളെ വീട്ടിൽ കായ്ച്ചതാണ്, മരത്തിൽ കായ്ച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ സൈസ്, വലുതും കിട്ടും. അത് ഏത് സൈസായാലും പ്രശ്നമില്ല. അത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് പതിച്ചതിൻ്റെ ശേഷം അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ടോ, കല്ലുപ്പാണെങ്കിൽ നല്ലത്, കുറച്ച് ഇട്ടിട്ട് കുറച്ചും കൂടി ഇതാക്കി ഒന്ന് ഇതാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ കളറ് കണ്ട ഒരുമാതിരി വൈറ്റിഷ് കളറാവും. പച്ചയായിട്ടുണ്ടത് കുറച്ച് ഒരു ലൈറ്റ് ഇതാകും. അതിൻ്റെ ശേഷം വെള്ളമെല്ലാം എടുത്തിട്ട് ഉണങ്ങണം, നനവുണ്ടാകാൻ പാടില്ല. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഈ കുരുവെല്ലാം എടുത്തേക്ക്, ഈ പീസസ് ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തേക്ക്. കത്തിയോണ്ട് അല്ല കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാലേ വരും. കുറച്ച് വെന്തതാണ്, അതുകൊണ്ട് വേഗം വരും. നമുക്ക് വിരലുകൊണ്ട് ഇങ്ങനെ അമത്തിയാൽ മതി, അപ്പം വേഗം വരും. കണ്ട ഇതുപോലെ എല്ലാ കുരു എടുത്തേക്ക് നെല്ലിക്കയിൽ. ഓക്കെ, ഇതാ ഇങ്ങനെ നെക്കി എടുത്താൽ മതി. എടുത്തതിൻ്റെ ശേഷം ഇതിന് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതിനൊരു മസാല ചെയ്യണം. അത് പൊടിയാണ്, വലിയ സാധനം വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെ, അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് പൊടി. നമ്മൾ സാധാരണ ഒരു എന്താ ഇത് ചീഞ്ചട്ടി എടുത്തിട്ട്, വെറും ചീഞ്ചട്ടി, അതിൽ എണ്ണ ഒന്നും ഒഴിക്കരുത്. അതിലൊരു 2-3 ഇത് നിറയെ ചെയ്യുന്നത്, ഇതിലിടുന്ന കുറച്ചാണ്. ഇപ്പോൾ പൊടി വന്നിട്ട് കുറച്ച് ജാസ്തി ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ 3 സ്പൂണ് ഉലുവ ഇട്ട്, ആ ഉലുവ ഒന്ന് പൊട്ടും, കുറച്ച് ചൂടാകുമ്പോൾ ഒന്ന് പൊട്ടിത്തിരിക്കും. അന്നേരം അടുപ്പ് ഓഫ് ചെയ്തേക്ക്. എന്നിട്ട് കടുക് ഇട്ടേക്ക്. കടുക് ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ട് അതും ഒന്ന് വറുത്തതിൻ്റെ ശേഷം ചൂടാറിയിട്ട് പിന്നെ മിക്സിയിലിട്ട് പൊടിക്കണം. ഇത് 2 മാത്രം കേട്ടോ. ഇതാ ഇപ്പോൾ ഞാൻ ഇത് പൊട്ടുന്ന കാണുന്നില്ല, ഉലുവ ഇങ്ങനെ പൊട്ടിത്തിരിക്കും. അന്നേരം അടുപ്പ് ഓഫ് ചെയ്തേക്ക്. പിന്നെ വെക്കണ്ട, പിന്നെ കരിഞ്ഞു പോകരുത്, അത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം കടുകിട്ട് അതും കുറച്ച് ചൂടാകുമ്പോൾ അത് പൊട്ടും. അപ്പോൾ പൊട്ടിയതിൻ്റെ ശേഷം അടുപ്പ് കെടുത്തിക്കളി. നിങ്ങൾ പൊട്ടാനൊന്നും കാക്കണ്ട, ആ ചൂട്ടിൽ പൊട്ടിക്കോളൂ. നിങ്ങൾ കാത്തു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ കരിഞ്ഞു പോകും. കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടുപ്പ് ഓഫാക്കി കളി. എന്നിട്ട് അത് ചൂടാറണം. ആറിയതിൻ്റെ ശേഷം നമ്മൾ അതിൽ കുറച്ച് മുളക് പൊടി ഒരു 2-3 സ്പൂൺ ഇട്ടു. അത് നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെങ്കിൽ 4 സ്പൂൺ ഇട്ടു, അത് പ്രശ്നമല്ല. അത് പൊടി നമ്മൾ കുറച്ചേ എടുക്കും ഇതിന്ന്. ആ പൊടി ഇത് മിക്സ് ചെയ്തിട്ട് ആ ചൂട്ടിൽ അടുപ്പ് കത്തിക്കരുത്. അടുപ്പ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം കടുക് ഇടണം, മുളക് പൊടി ഇടണം കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അത് ചൂടാറിയതിൻ്റെ ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിക്കണം. നല്ലോണം പൊടിച്ച് വെച്ചേ. ഇതാ ഇപ്പോൾ ഞാൻ പൊടിച്ചിട്ട് അവിടെ ഒരു സൈഡിൽ വെച്ചേക്ക്. ഇതിൽ വന്നിട്ട് തീരെ വെള്ളം ഉണ്ടാകരുത്, എല്ലാം ഉണങ്ങി കിടക്കണം, നനവില്ലാണ്ടിരിക്കണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച 2 സ്പൂണ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ കേട്ടോ, 2-3 നിങ്ങൾ എത്ര നെല്ലിക്ക എടുക്കുന്ന അതിനനുസരിച്ചിട്ട് ആ മസാല, പൊടിച്ച് വെച്ച മസാലയില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതേപോലെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇത് 1 ടേബിൾ സ്പൂണാണ് ഇത് ഉപ്പും, പിന്നെ കായപ്പൊടിയില്ലേ അതും 1 ടീസ്പൂൺ ഇടണം. പിന്നെ അത് ഇട്ടതിൻ്റെ ശേഷം ഈ കാശ്മീരി ചില്ലി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതായത് നിറത്തിന് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് കളർ കുറച്ച് ചുവന്നിട്ട് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതിൽ പിന്നെ എരിവ് അത്ര ഉണ്ടാവില്ല, കളറാണ് ഉണ്ടാകാൻ. മുളക് പൊടിയെ സാധാരണ ഇതിൽ നല്ല കളറുണ്ട്, ശക്തി മുളക് പൊടിയാണ്, അതുകൊണ്ട് കളറുണ്ട് പിന്നെ. എന്നിട്ട് അത് ഒന്ന് ഇട്ടിട്ട് ഈ പൊടി മാത്രം ഇട്ട് ഇളക്കി കൊടുത്തേക്ക് നല്ലോണം. ആ നനവെല്ലാം, നെല്ലിക്കത്തെ നനവ്, കുറച്ച് മഞ്ഞളും, പിന്നെ കായപ്പൊടി 1 സ്പൂൺ ഇടണേ, അത് മറക്കണ്ട. കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്താക്കാൻ, ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. ഇത് കായപ്പൊടിയാണ്. ഇത് 1 സ്പൂൺ കായപ്പൊടി ഇട്ടിട്ട് എല്ലാം ഇളക്കി കൊടുത്തു നല്ലോണം. അതായത് ഈ നനവെല്ലാം ഈ പൊടി വന്നിട്ട് വെളിച്ചെടുക്കുക. നെല്ലിക്ക വന്നിട്ട് നനവ് എടുക്കാൻ, നെല്ലിക്കത്തെ ഇത് വന്നിട്ട് പൊടി എടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചോളി. അത് നിങ്ങൾ നെല്ലിക്ക എത്ര എടുക്കുന്ന അതിനനുസരിച്ചിട്ട് ഒഴിക്കണം, അത് കുറച്ച് ഉണ്ടാകണം. ഇപ്പോൾ അതിൽ ഒരു ടീസ്പൂൺ ഇത് കടുക് ഇട്ടോ. അതൊന്ന് പൊട്ടുമ്പത്തി അടുപ്പ് ഓഫ് ചെയ്തേക്ക്. അതും അടുപ്പ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം നെല്ലിക്ക ഇടാൻ പാടുള്ളൂ, കാരണം നമ്മൾ ആദ്യം അത് കുറച്ച് വെന്തിക്കും നെല്ലിക്ക, അതുകൊണ്ട് പിന്നെയും വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് കടുക് പൊട്ടിയതിൻ്റെ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ നെല്ലിക്ക,
അതൊന്ന് അതിലിട്ടേക്ക്. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ ആ എണ്ണയെല്ലാം പൊയ്ക്കോളും. കുറച്ച് ചൂടാറുമ്പോൾ അതെല്ലാം നെല്ലിക്ക വലിച്ചെടുത്തോളും. ഇപ്പോൾ കാണുമ്പോൾ കുറേ ഉണ്ട പോലെ ഉണ്ടാവും. നല്ല കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും ആ നെല്ലിക്കയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എണ്ണയെല്ലാം കാണുന്നില്ല. ഈ എണ്ണ കുറച്ച് വേണം, മേലെ കുറച്ച് ഉണ്ടെങ്കിലാണ് നമുക്ക് വേഗം നെല്ലിക്ക വെടക്കാവില്ല അച്ചാർ. കുറേ ദിവസത്തേക്ക് വെക്കാം. ട്രൈ ചെയ്ത് നോക്ക്, നോമ്പെല്ലാം വരുന്നല്ലേ. ഓക്കെ, ബൈ, താങ്ക് യു.